ഹലോ, അസ്സലാമു അലൈക്കും, നമസ്കാരം. എന്താണ് വിശേഷമൊക്കെ? നമ്മുടെ മക്കൾക്കൊക്കെ നമ്മൾ സാധാ ചോറ് കൊടുത്താൽ അവർക്ക് ആ ചോറൊന്നും വേണ്ടല്ലോ. അവർക്ക് ബിരിയാണി അല്ലെങ്കിൽ നെയ്ച്ചോറ്, മന്തി അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലാണ് അവർക്ക് ചോറ് ഇറങ്ങുള്ളൂ അല്ലേ. അവരെന്നെ പറഞ്ഞിട്ടും കാര്യമില്ല. നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മളും കുറേ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. അപ്പം ഞാനും ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് വഴിയേ പറയാം. നമുക്കിപ്പോൾ ആദ്യം വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ചെറിയൊരു ഉരുളൻകിഴങ്ങിൻ്റെ പകുതി മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്, ചെറിയൊരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, പിന്നെ ചിക്കനും ഉപ്പും കുരുമുളകും കൂടി വേവിച്ചതാണ് അതുണ്ട്. പിന്നെ ഒരു സബോള പകുതി മുറിച്ച് വെച്ചിട്ടുണ്ട്, ഇഞ്ചി പിന്നെ വെളുത്തുള്ളി അത് ചെറുതാക്കി മുറിച്ച് വെച്ചതായിട്ട് ചെറിയൊരു പീസാണ്. പിന്നെ അത് 3 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഒന്ന് നമുക്ക് അടിച്ച് വെക്കുക. അപ്പോൾ അതും കൂടി ശരിയാക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ബസ്മതി റൈസാണ് കേട്ടോ. അത് ഉപ്പിട്ടിട്ട് വേവിച്ച് രാവിലെ തന്നെ വേവിച്ച് വെച്ചതാണ് ചൂടാറാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതും മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് റൈസ് ഉണ്ടാക്കിയെടുക്കാം. ഇനി നമുക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എന്താ ഉണ്ടാക്കണമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അല്ലേ. നമ്മൾ ഫ്രൈഡ് റൈസാണ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മളെപ്പോലെയുള്ള വീട്ടമ്മമാർക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത് കേട്ടോ. വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം വെച്ചിട്ട്. അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചെടുത്തിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ്. അപ്പോൾ അതിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ടായിരുന്നല്ലോ നമ്മൾ മുന്നത്തെ. അപ്പോൾ അത് ഒഴിച്ചിട്ട് ഒന്ന് ചിക്കി പൊരിച്ചെടുക്കുക. അപ്പോൾ ഇതുപോലെ ഞാൻ കുറച്ച് വലുതാക്കിയിട്ടാണ് കേട്ടോ പൊരിച്ചെടുക്കുന്നത്. എൻ്റെ മോനക്ക് ആകെയുള്ള പരാതിയാണ്, നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ അതിൽ ചെറുതായിട്ട് അത്ര മുട്ട കിട്ടുള്ളൂ, കഴിക്കാനുള്ളത് ഉണ്ടായി കിട്ടില്ല. അപ്പോൾ അതിനുവേണ്ടി ഞാൻ കുറച്ച് വലുതാക്കിയിട്ട് തന്നെയാണ് ഒന്ന് ചിക്കി പൊരിച്ചെടുത്തത്. പിന്നെ അതേ ഓയിൽ തന്നെയാണ് കേട്ടോ ഒഴിച്ചേക്കുന്നത്. സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു. അതിലേക്ക് ഇഞ്ചി പിന്നെ വെളുത്തുള്ളി ചെറുതാക്കിയിട്ട് അരിഞ്ഞിട്ടുണ്ടായിരുന്നു. 2 ഇല്ലി ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അത് ഇട്ട് കൊടുത്തു. ക്യാരറ്റ് ഇട്ട് കൊടുത്തു. ഇനി ഇതാ ഉരുളൻകിഴങ്ങിൻ്റെയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് വെന്ത് വന്നോട്ടെ. അപ്പോൾ എണ്ണയിൽ വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ അതിൽ കിടന്നിട്ടൊന്ന് വെന്ത് വരും കേട്ടോ. ഇത് ചെറുതാക്കി മുറിച്ച കാരണം വേഗം തന്നെ ഒന്ന് ഫ്രൈ ആയിട്ട് വരും കേട്ടോ. ഇനി അതിലേക്ക് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുക. ക്യാപ്സിക്കം ഇട്ടതിന് ശേഷം നമ്മൾ ആ മുറിച്ച് വെച്ച സബോളയും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങളിത് റെസ്റ്റോറൻറ്റ് സ്റ്റൈലാന്നൊക്കെ വിചാരിച്ചിട്ട് നോക്കൊന്നും വേണ്ട കേട്ടോ. അതൊന്നല്ല, നമ്മൾ വീട്ടിലുണ്ടാക്കിയെടുക്കണ ആ ഒരു ഇതുപോലെ തന്നെയാണ് കാണിച്ചു തരുന്നത്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഉപ്പൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ. നമ്മൾ ചിക്കൻ ക്യൂബ് ഇടുന്ന കാരണമാണ് ഉപ്പ് ഇട്ട് കൊടുക്കാത്തത്. അപ്പോൾ അതാ മാഗിയുടെ ചിക്കൻ ക്യൂബാണ് എടുത്തേക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ 2 ഉണ്ടല്ലോ. അപ്പോൾ 2 ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇതിലേക്ക് ഗരം മസാലപ്പൊടികൾ അങ്ങനെ ഒന്നും ചേർക്കണില്ലല്ലോ. അപ്പോൾ ഈ ഒരു ഇതായ കാരണം 2 തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഇതിൽ ഉപ്പുള്ള കാരണം വേറെ ഉപ്പ് ഇടണില്ല. റൈസ് നമ്മൾ ഉപ്പിട്ട് വേവിച്ചെടുത്തതാണ്. പിന്നെ ഇതിലേക്കുള്ള ഉപ്പിൻ്റെ ആവശ്യത്തിനുള്ളത് ഈ ഒരു സാധനത്തിൽ നിന്ന് കിട്ടുകയും ചെയ്യുമല്ലോ. അപ്പോൾ അതൊന്ന് അലിഞ്ഞ് വന്നോട്ടെ. അപ്പോൾ അതും കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ഉപ്പും കുരുമുളകും കൂടി വേവിച്ച് വെച്ച ആ ഒരു ചിക്കൻ ഉണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുക്കുക. വീട്ടിൽ ചിക്കനൊക്കെ മേടിക്കുമ്പോൾ നമുക്കിതുപോലെ 2-3 പീസ് മാറ്റി വെക്കുകയാണെങ്കിൽ മക്കൾക്ക് ഇതുപോലെ റൈസോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കാമല്ലോ. എല്ലാം കൂടി ഒരുമിച്ച് വെക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇനി ഇതിലേക്ക് നമ്മൾ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ എരിവ് എത്ര വേണം അതിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഞാനും ഇതുപോലെ തന്നെയായിരുന്നു എന്ന്. എനിക്ക് ചെറുപ്പത്തിൽ ബിരിയാണി ഇല്ലാതെ ഞാൻ വേറെ ഒന്നും കഴിക്കില്ല അത്ര. അപ്പോൾ എൻ്റെ ഉപ്പ പാതിരക്കൊക്കെ ഞാൻ എണീറ്റിട്ട് കറിയത്ര ബിരിയാണി വേണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ വലിയപ്പ സാധാ ചോറിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കോഴിമുട്ടൊക്കെ പുഴുങ്ങി തന്നാൽ എനിക്ക് ബിരിയാണി ആയിരുന്നു. അപ്പോൾ അതുപോലെ നമ്മളങ്ങനെ കഴിഞ്ഞ് വന്നേരല്ലേ. പിന്നെ നമ്മളെ മക്കൾക്ക് എന്തെങ്കിലും വേണം പറഞ്ഞാൽ നമുക്ക് ഉണ്ടാക്കി കൊടുക്കണമല്ലോ. ഇനി ഇതിലേക്ക് ആ റൈസും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ചൂടാറിയ റൈസായ കാരണം നമ്മളത് ഇളക്കുമ്പോൾ പൊട്ടി പോരില്ലല്ലോ. ഞാൻ രാവിലെ തന്നെ വേവിച്ചിട്ട് ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എൻ്റെ കയ്യിൽ മല്ലിയില മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ മല്ലിയില ഇട്ട് കൊടുത്തേക്കുന്നത്. നിങ്ങൾ മല്ലിയിലയ്ക്ക് പകരം സ്പ്രിംഗ് ഓണിയൻ്റെ ലീഫൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ട് കൊടുത്തോളൂ കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ അതൊന്നും ഇല്ല. അപ്പോൾ ഇത് മാത്രമേ ഉണ്ടായിരുന്നു. അപ്പോൾ അതിട്ടിട്ട് ഇനി നന്നായിട്ടൊന്ന് കൂട്ടി യോജിപ്പിക്കുക. അപ്പോൾ നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളെപ്പോലെയുള്ള വീട്ടമ്മമാർക്ക് വീട്ടിൽ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റാവുന്നത്. അപ്പോൾ ഇനി കുറച്ച് സോസും കൂടി ഒഴിച്ച് കൊടുക്കുക കേട്ടോ. സോയാ സോസ് കുറച്ച് ഒഴിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് വീഡിയോയിൽ പെട്ടില്ല. വീഡിയോ എടുത്ത് പോയി തോന്നുന്നുണ്ട്, അത് കാണാനില്ല. അപ്പോൾ അതിൽ ഞാൻ കുറച്ച് ടൊമാറ്റോ സോസും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 2 സോസാണ് നമ്മൾ ഒഴിച്ചത്. ഇനി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. പതുക്കനെ ഇളക്കണം കേട്ടോ, ചോറ് പൊട്ടി പോരരുത്. അപ്പോൾ പിന്നെ കാണാൻ ഭംഗി ഉണ്ടാവില്ല, ടേസ്റ്റൊക്കെ ഉണ്ടാവും. പക്ഷെ നമുക്കിങ്ങനെ വിളമ്പി എടുക്കുമ്പോൾ നീളനുള്ള റൈസായിട്ട് തന്നെ എടുക്കണമല്ലോ. അപ്പോൾ അത് മതി. അപ്പോൾ പതുക്കനെ ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെയൊക്കെ ആകുമ്പോൾ മക്കൾക്ക് പിന്നെ പരാതികളൊന്നും ഉണ്ടാവില്ല. ഒരു ദിവസം അങ്ങോട്ട് കഴിഞ്ഞ് പോവും. ഇനിയിപ്പോൾ അവർ സ്കൂളൊക്കെ തുറക്കാനായില്ല. സ്കൂളിലൊക്കെ പോയി തുടങ്ങിയാൽ പിന്നെ കുഴപ്പമില്ല. അല്ലെങ്കിൽ അവർക്ക് രാവിലെയും ഉച്ചക്കും രാത്രിയൊക്കെ വിശപ്പാവും. ഇനി ഇതാ മുട്ടയും കൂടി പൊരിച്ചതിട്ട് കൊടുക്കുക. അപ്പോൾ അങ്ങനെ മക്കളെ പറ്റിക്കാനൊക്കെ പറ്റിയ റൈസാണ് കേട്ടോ. അല്ലാതെ നമ്മൾ എല്ലാവരും കൂടി ഉണ്ടാക്കണ ഒരു ഫ്രൈഡ് റൈസിൻ്റെ അതുപോലൊന്നും ആയില്ലെങ്കിലും മക്കളെ കണ്ണിൽ പൊടിയിടാനൊക്കെ ഇത് മതി. ഇനി ഒന്ന് നന്നായിട്ട് ഇളക്കിയതിൻ്റെ ശേഷം നമ്മൾ റൈസ് ഒന്ന് ചൂടായി വന്നിട്ടില്ലല്ലോ. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഒന്ന് കൂട്ടി കൊടുക്കാം കേട്ടോ. ഇത്രയും നേരം ഫ്ലെയിം കുറച്ച് വെച്ചേക്കായിരുന്നു. ഇനി ഫ്ലെയിം ഒന്ന് കൂട്ടിയതിൻ്റെ ശേഷം നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് ആവി കയറ്റിയെടുക്കാം. എന്നാലാണ് നമുക്ക് ആ റൈസിനുള്ള ചൂട് കിട്ടുള്ളൂ. അപ്പോൾ ഇത് അടച്ച് വെക്കണ സമയത്ത് നമ്മൾ ഫ്ലെയിം നന്നായി കുറച്ച് കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ അത് അടി പിടിക്കും, അല്ലെങ്കിൽ അത് കരിഞ്ഞ് പോവും, അങ്ങനെയൊക്കെ സംഭവിക്കും. അത് കാരണം നന്നായിട്ട് സിമ്മിലാക്കി വെച്ചതിൻ്റെ ശേഷം വേണം അടച്ച് വെക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അടച്ച് വെച്ചുകൊണ്ടാണ് നമുക്ക് വേഗം ഒന്ന് ചൂടായി വന്നത്. കണ്ടില്ല, അടിയൊന്നും പിടിച്ചിട്ടില്ല, നമ്മളത് സിമ്മിലാക്കി വെച്ചതുകൊണ്ട്. ഇനി ഫ്ലെയിം ഒന്ന് ഓഫാക്കിയിടാം, അല്ലെങ്കിൽ ഒന്ന് കരിഞ്ഞു പോയാലോ. നമുക്ക് ഇത്ര ആവശ്യമുള്ളൂ, ഇത്ര ചൂടായിട്ട് വരേണ്ട ആവശ്യമുള്ളൂ. കണ്ടില്ലേ, നല്ല റൈസായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ.
അതുപോലെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ്. മക്കൾക്കും നമുക്കും എല്ലാവർക്കും ഇഷ്ടമാവും. വേറെ കറിയുടെ ആവശ്യങ്ങളൊന്നും ഇല്ല. നമുക്ക് എല്ലായിടത്തേക്കും പോകണ ദിവസം അല്ലെങ്കിൽ പെട്ടെന്നൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന ദിവസമൊക്കെ ഇത് ഉണ്ടാക്കി വെക്കാം. സാധനങ്ങളൊക്കെ മുറിച്ച് വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. നമുക്ക് വന്നിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാമല്ലോ ചൂടോടെ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി വെക്കുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. ഇനി നമുക്കൊന്ന് റൈസ് വിളമ്പിയെടുക്കണ്ടേ. അപ്പോൾ അതും കൂടി കാണിച്ച് തരണ്ടേ. കണ്ടില്ലേ, കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നില്ലേ. നല്ല ടേസ്റ്റുമാണ്. നിങ്ങൾ ഉണ്ടാക്കി നോക്കിക്കോളൂ. നമുക്ക് ആകെ ചിക്കൻ ക്യൂബ് മാത്രമേ പുറത്തുനിന്ന് മേടിക്കേണ്ടുള്ളൂ. ഇനി വീട്ടിൽ ചിക്കൻ ഇല്ലെങ്കിൽ നമ്മുടെ സോയ ചങ്ക്സ് ഇല്ല, അത് വെച്ചിട്ട് വേണമെങ്കിലും ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ചിക്കൻ്റെ വേണമെന്നൊന്നുമില്ല. നമുക്ക് ചിക്കനോ ബീഫോ എന്താ ഉള്ളത് അതൊക്കെ വെച്ചിട്ട് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ആവി പറക്കണം നല്ല റൈസ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അധികം മസാലകളൊന്നും വേണ്ട. അപ്പോൾ എന്തായാലും നിങ്ങൾ മക്കൾക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കുക. എന്നിട്ട് അവർക്കൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്നോട് വന്ന് പറയണം കേട്ടോ, മറക്കല്ലേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം.